ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ബൈബിളിൽ നിന്നും ചില കുസൃതി ചോദ്യങ്ങളും ട്രിക്കി ചോദ്യങ്ങളുമാണ് നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ഏലിയാമ്മ ബാബു. ആദ്യത്തെ ചോദ്യം, യഹോവ അനുതപിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് പ്രവൃത്തികൾ എന്തെല്ലാമാണ്? ഉത്തരം, ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് യഹോവ അനുതപിച്ചു, ഉൽപ്പത്തി 6:62. ശൗലിനെ ഇസ്രയേലിന്റെ രാജാവാക്കിയതുകൊണ്ട് യഹോവ അനുതപിച്ചു, 1 ശമൂവേൽ 15:35. അടുത്ത ചോദ്യം, വീഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ആരോടാണ് സംസാരിച്ചത്? ഉത്തരം, അബീഗയിൽ നാബാലിനോട്, 1 ശമൂവേൽ 25:37. അടുത്ത ചോദ്യം, മോശ മരിച്ചു എന്ന വിവരം ആരെയാണ് അറിയിച്ചത്? ഉത്തരം, യഹോവ യോശുവ 1:2. അടുത്ത ചോദ്യം, ചെയ്ത സത്യത്തിൽ നിന്നും ഒഴിവുള്ളവർ ആയിരിക്കുമെന്ന് പറഞ്ഞവർ ആരെല്ലാമാണ്, ആരോടെല്ലാമാണ്? ഉത്തരം, അബ്രഹാം എലയാസറിനോട്, ഉൽപ്പത്തി 24:8. യെരിഹോ പട്ടണം ഉറ്റുനോക്കുവാൻ പോയവർ രാഹാബിനോട്, യോശുവ 2:20. അടുത്ത ചോദ്യം, ഗിദെയോനും കുടുംബത്തിനും കെണിയായി തീർന്നത് എന്തായിരുന്നു? ഈ ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. ഉത്തരമറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അടുത്ത ചോദ്യം, മോശയുടെ ഒരു കൊച്ചുമകൻ്റെ പേര് ഒരു രാജകുമാരൻ്റെ പേരാണ് എങ്കിൽ ആ പേര് എന്താണ്? ഉത്തരം, യോനാഥാൻ, ന്യായാധിപന്മാർ 18:30. അടുത്ത ചോദ്യം, അയൽക്കാരൻ നാമകരണം ചെയ്യപ്പെട്ട വ്യക്തി ആരായിരുന്നു? ഉത്തരം, ഓബേദ്, രൂത്ത് 4:17. അടുത്ത ചോദ്യം, ജനം വീണ്ടെടുത്തതിനാൽ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട രാജകുമാരൻ ആരായിരുന്നു? ഉത്തരം, യോനാഥാൻ, 1 ശമൂവേൽ 14:45. അടുത്ത ചോദ്യം, നിലയങ്കി കീറിയവൻ്റെ മേലങ്കി മുറിച്ചെടുത്തത് ആരാണ്? ഉത്തരം, നിലയങ്കി കീറിയത് ശൗൽ ശമൂവേലിൻ്റെ, 1 ശമൂവേൽ 15:27. മേലങ്കി മുറിച്ചെടുത്തത് ദാവീദ് ശൗലിൻ്റെ, 1 ശമൂവേൽ 24:7. അടുത്ത ചോദ്യം, യഹോവയാൽ ഗാഠനിദ്ര ഉണ്ടായ 2 വ്യക്തികൾ ആരെല്ലാമാണ്? ഉത്തരം, ആദാം, ഉൽപ്പത്തി 2:21. ശൗൽ, 1 ശമൂവേൽ 28:12. അടുത്ത ചോദ്യം, മരിക്കുന്നതിന് മുൻപേ മരണദിവസം അറിഞ്ഞ വ്യക്തി ആരായിരുന്നു? ഉത്തരം, ശൗൽ, 1 ശമൂവേൽ 28:19. അടുത്ത ചോദ്യം, അളക്കാൻ ഉപയോഗിക്കുന്ന ഒരളവിൻ്റെ പേരും ഇസ്രയേലിൽ കുപ്രസിദ്ധനായി തീർന്ന ഒരു വ്യക്തിയുടെ അപ്പൻ്റെ പേരും ഒന്നാണ് എങ്കിൽ ആ പേര് എന്താണ്? ഉത്തരം, ഗേര. കുപ്രസിദ്ധനായ വ്യക്തി ദാവീദിനെ ശപിച്ച ശിമെയി, 2 ശമൂവേൽ 16:5-7 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, രാജവിരുന്ന് പോലെ വിരുന്ന് കഴിച്ച വ്യക്തി ആരായിരുന്നു? ഉത്തരം, നാബാൽ, 1 ശമൂവേൽ 25:36. അടുത്ത ചോദ്യം, തൻ്റെ ഭൃത്യന്മാർക്ക് വിരുന്ന് കഴിച്ച രാജാവ് ആരായിരുന്നു? ഉത്തരം, ശലോമോൻ, 1 രാജാക്കന്മാർ 3:15. അടുത്ത ചോദ്യം, തൈലക്കൊമ്പ് സൂക്ഷിക്കുന്ന സ്ഥലം ഏതാണ്? ഉത്തരം, തൃക്കൂടാരം, 1 രാജാക്കന്മാർ 1:39. അടുത്ത ചോദ്യം, ശലോമോൻ ആദ്യത്തെ ന്യായവിധിക്ക് വേണ്ടി ഉപയോഗിച്ച വസ്തു എന്തായിരുന്നു? ഉത്തരം, വാൾ, 1 രാജാക്കന്മാർ 3:24. അടുത്ത ചോദ്യം, മരണത്തിന് ദാവീദ് കൊടുത്ത നിർവചനം എന്തായിരുന്നു? ഉത്തരം, സകല ഭൂവാസികളുടെയും വഴിയായി പോകുക, 1 രാജാക്കന്മാർ 2:2. അടുത്ത ചോദ്യം, ശരീര അവയവങ്ങളുമായി ബന്ധപ്പെട്ട 2 വസ്ത്രങ്ങൾ ഏതൊക്കെയാണ്?
ഉത്തരം അരക്കച്ച 2 ശമൂവേൽ 18:11. കാൽച്ചട്ട ദാനിയേൽ 3:21. അടുത്ത ചോദ്യം, അംഗരക്ഷകൻ എന്നർത്ഥം വരുന്ന ഒരു വാക്ക്. ഉത്തരം മെയ്ക്കാവൽ 1 ശമൂവേൽ 28:2. അടുത്ത ചോദ്യം, ജാരസന്തതി എന്നർത്ഥം വരുന്ന ഒരു വാക്ക് ഏതാണ്? ഉത്തരം കൗലുടയൻ എബ്രായർ 12:8. അടുത്ത ചോദ്യം, തുണി നെയ്യുവാൻ ഉപയോഗിക്കുന്ന വസ്തുവിന് പറഞ്ഞിരിക്കുന്ന പേര് എന്താണ്? ഉത്തരം പടപ്പ് തടി 2 ശമൂവേൽ 21:19. അടുത്ത ചോദ്യം, നല്ല പാട്ടുകാരൻ ആരാണ്? ഉത്തരം മധുരഗായകൻ 2 ശമൂവേൽ 23:1. അടുത്ത ചോദ്യം, പ്രായത്തിന് യാക്കോബ് കൊടുത്ത നിർവചനം എന്തായിരുന്നു? ഉത്തരം പരദേശ പ്രയാണത്തിൻ്റെ കാലം. ഉൽപ്പത്തി 47:9. ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാനും അവർക്കും ദൈവവചനം പഠിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുവാനും മറക്കരുത്. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.